إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. إنا أعطيناك الكوثر فصل لربك وانحر. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജിനായി മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ നിന്നും പല ആളുകളും പോയി, ചില ആളുകൾ പോകാനിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ, പുണ്യകരവും സ്വീകാര്യയോഗ്യവുമായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള സൗകര്യമുണ്ടാക്കട്ടെ. ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത നമുക്കും
ഹജ്ജിൻ്റെ ചില കർമ്മങ്ങളിൽ പങ്കാളികളാകാം. അതിൽപ്പെട്ട ഒന്നാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ദുഹാ സമയത്ത് അറുക്കുന്നതിന് അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആട്, മാട്, ഒട്ടകങ്ങളെ ബലിയർപ്പിച്ച് ദാനം ചെയ്യുന്നതിനാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയും. ബലികർമ്മം എന്നുള്ളത് പെരുന്നാൾ ദിവസം മനസ്സും വയറും നിറയെ തിന്നുകൊണ്ട് രസിക്കാനുള്ള ഒരു ഏർപ്പാടല്ല. നേരെ മറിച്ച് ഉദ്ഹിയ്യത്തിന് പിന്നിൽ ഒരു ഉപ്പയുടെയും ഒരു മകൻ്റെയും ചരിത്രമുണ്ട്. ഒരു വാപ്പയുടെയും മകൻ്റെയും ചരിത്രമുണ്ട്. എല്ലാം റബ്ബിൽ സമർപ്പിക്കാൻ തയ്യാറായ വാപ്പയുടെയും മകൻ്റെയും ചരിത്രം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 86 വയസ്സ് കഴിഞ്ഞിട്ടും അള്ളാഹുവിനോട് സന്താനത്തെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചില സ്നേഹിതന്മാർ, ചില ആളുകൾ ചെയ്യുന്നത് പോലെ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ ആരാണ് എന്ന് നോക്കുകയും അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ചെയ്തില്ല. അവരുടെ ഖബറുകളിൽ പോയി സന്താനത്തിനു വേണ്ടി അവരോട് ദുആ ചെയ്തില്ല. അവരോട് അവലാതി പറഞ്ഞില്ല. നേരെ മറിച്ച് അല്ലാഹുവിനോടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നിന്ന് സന്താനത്തെ അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, നീ എനിക്ക് നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ വിവേകമുള്ള ഒരു ബാലനെ കുറിച്ച് നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. കുട്ടിയെ നൽകി, കുട്ടിയെ ലഭിച്ചു. ആ കുട്ടി വളർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പണികളെല്ലാം ചെയ്യാവുന്ന, ഓടിച്ചാടി നടക്കാവുന്ന പ്രായമെത്തിയപ്പോൾ ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം വഹ്യാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് ഫൻദുർ മാദാ തറാ, നോക്കുമോനെ, മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിന് ആ കുട്ടി നൽകിയത് ഖാല യാ അബതി ഇഫ്അൽ മാ തുമർ, എൻ്റെ ഉപ്പ, താങ്കൾ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതനുസരിച്ച് തന്നെ ചെയ്യുക. കാരണം കുട്ടി സ്വാലിഹീങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് കുട്ടി പറയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാം പറയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹ്, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാം, ഇൻഷാ അല്ലാഹ്. അങ്ങനെ തീരുമാനിക്കുകയാണ് വാപ്പയും മകനും. ആ കൽപ്പനക്ക് കീഴ്പ്പെടാൻ വേണ്ടി, ആ കൽപ്പന നിറവേറ്റാൻ വേണ്ടി വാപ്പയും മകനും തയ്യാറാവുകയാണ്. ഫലമ്മ അസ്ലമ,
അവർ രണ്ടുപേരും ആ കൽപ്പനക്ക് കീഴൊതുങ്ങിയപ്പോ നെറ്റി ചെരിച്ച് കിടത്തുകയും ചെയ്ത സമയം, അറുക്കാൻ വേണ്ടി ചെരിച്ച് കിടത്തുകയും ചെയ്യാൻ. ഇപ്പൊ ചില ആളുകൾ അതിനെങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്, അത് നടന്നിട്ടില്ല. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ആ സമയത്ത് നാം അദ്ദേഹത്തെ വിളിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിം ഖദ് സ്വദ്ദഖത റുയ, താങ്കൾ താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്, സൽകർമ്മകാരികൾക്ക്, നല്ലവർക്ക് ഇത്തരത്തിലാണ് നാം പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, തീർച്ചയായും ഇത് സ്പഷ്ടമായ വ്യക്തമായ പരീക്ഷണം മാത്രമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വഫദൈനാഹു ബിദിബ്ഹിൻ നദീം, അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. അപ്പൊ മകനെ പോലും സമർപ്പിക്കാൻ തയ്യാറായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ത്യാഗസ്മരണയാണ് ഉദ്ഹിയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. അല്ലാഹു തആല എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അല്ലാഹു തആല എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. അതിലെൻ്റെ കുടുംബമെന്നോ കുടുംബ ബന്ധമെന്നോ അയൽപക്കമെന്നോ മറ്റുള്ള സ്വാധീനങ്ങളെന്നോ മറ്റുള്ള പ്രഷറൊന്നുമില്ല. അല്ലാഹു തആല പറഞ്ഞു, ആമന്ന വസല്ലംന, ഞങ്ങൾ വിശ്വസിച്ചു, അതിന് കീഴ്പ്പെട്ടു. ആ ഒരു നിലപാടായിരിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ എന്താണ് സമർപ്പിച്ചത്? നാം എന്താണ് അല്ലാഹു തആലക്ക് നൽകിയത്? എന്താണ് അല്ലാഹു തആലക്ക് നാം സമർപ്പിച്ചിട്ടുള്ളത്? അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? ഓരോ സെക്കൻഡിലും നാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ഞാൻ ഈ സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് സംസാരത്തിന്റെ ശേഷി നൽകി എന്നുള്ളത്. ആ സംസാരം നിങ്ങൾ കേൾക്കുന്നു, ആ കേൾവി നൽകിയത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമില്ലാത്ത ഏത് നിമിഷമാണ് നമുക്കുള്ളത്? ആ അനുഗ്രഹങ്ങൾക്ക് എന്താണ് നമ്മൾ ശുക്ർ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ചെയ്തിരുന്നത്? ഏറ്റവും പ്രധാനമായി അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്നാണ്. നമ്മൾ എത്ര ആളുകളെയാണ് ക്ഷണിക്കുന്നത്? ദഅവത്ത് എത്രയാണ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദഅവത്ത് ചെയ്യാൻ ഒരു കൂട്ടം, കുറച്ച് ആൾക്കാർ എന്നല്ലാതെ നമ്മളുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നമ്മുടെ സപ്പോർട്ട് എന്താണ്? നമ്മൾ എന്ത് സപ്പോർട്ടാണ് നൽകുന്നത്? അല്ലെങ്കിൽ ആ ദഅവ പ്രവർത്തനം നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട്? ആലോചിച്ച് നോക്കി. അത് അല്ലാഹുവിനോടുള്ള ശുക്റിൽപ്പെട്ടതാണ്. അല്ലാഹുവിനോടുള്ള ശുക്റിൽപ്പെട്ടതാണ്. നമസ്കാരം ശുക്റിന്റെ ഭാഗമാണ്. ആ നമസ്കാരം എത്ര ആൾ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട്? ജമാഅത്ത് നമസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ അത് കൃത്യമായി എത്ര ആളുകൾ നിലനിർത്താറുണ്ട്? ഞാൻ എത്രത്തോളം നിലനിർത്തുന്നുണ്ട്? ചിന്തിച്ചാൽ മതി. എൻ്റെ മക്കൾ എത്രത്തോളം നിലനിർത്തുന്നുണ്ട്? ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇണകൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എത്രത്തോളം ആ വിഷയത്തിൽ പെർഫെക്റ്റ് ആണ്, എത്രത്തോളം ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ചെറുതല്ല. അത് എണ്ണിക്ലപ്തപ്പെടുത്താൻ സാധിക്കൂല, എണ്ണിക്കണക്കാക്കാൻ സാധിക്കൂല. അതിൽപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. അതുകൊണ്ട് നീ പറയണം, അല്ലാഹു തആല പറയാൻ, ഖുൽ ഇന്ന സ്വലാത്തി,
ഇന്ന സ്വലാത്തി, നിശ്ചയമായും എൻ്റെ നമസ്കാരം, വനുസുകി, എൻ്റെ ബലികർമ്മം, വമഹ്യായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിൻ്റെ ഹിതമനുസരിച്ചാണ്, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അത് നീ പറയണം. നിസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ജീവിതം കൊണ്ട് നമ്മൾ പറയണ്ടോ? ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്ന കാര്യം എന്താ അറിയോ? അതാണ് ഓതി വെച്ച ആയത്തിലുള്ളത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, എല്ലാവർക്കും മനപ്പാഠമുള്ള സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ചില ആളുകളെ കുട്ടികളോട് പറയണം, നമ്മൾ ജുമുഅ നടക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് പറയേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? പരസ്പരം രണ്ടാളും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു, പരസ്പരം രണ്ടാൾ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു, മൂന്നാമത്തെ ആള് സംസാരിക്കരുത് എന്ന് പറയാണ് എങ്കിൽ മൂന്നാമത്തെ ആളെ ജുമുഅ പ്രതിഫലത്തെ അത് ബാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സംസാരിച്ച ആളുടെ അവസ്ഥ ആ ഗൗരവത്തിൽ നിങ്ങൾ ഇരിക്കണം. ഇബാദത്തിലാണ്, അല്ലാഹുവിനുള്ള ഇബാദത്തിലാണ്. എൻ്റെ കടമ എന്നുള്ളത് പറയലാണ്, നിങ്ങളുടെ കടമ എന്നുള്ളത് കേൾക്കലാണ്, ഇബാദത്തിലാണ്. അവിടെ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. സംസാരിക്കുന്നത് കണ്ടാൽ തിരുത്താനും പോകരുത്. അതുപോലെ എന്ത് ചെയ്യും? നമ്മുടെ പ്രതിഫലത്തെ ബാധിക്കും. അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പിഴവ് വന്നാൽ അല്ലാഹു റഹ്മാനാണ്, റഹീമുമാണ്. അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ നിനക്ക് നാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫസ്വല്ലി റബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കണം, നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ ബലിയർപ്പിക്കുകയും ചെയ്യണം. നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യണം. ഇത്രയും പ്രാധാന്യം ഇസ്ലാമിൽ ബലിയർപ്പിക്കുന്നതുണ്ട്. എന്നിട്ടും ഒരാൾ എന്ത് ചെയ്യാണ്? ബലിയർപ്പിക്കുന്നില്ല. പക്ഷെ അവന് കഴിവൊക്കെ ഉണ്ട്, അവന് സാധിക്കും. ഒരു ഷെയറൊക്കെ കൂടാൻ അവന് സാധിക്കും. വിചാരിച്ചാൽ നടക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന ലഹു സഅതുൻ വലം യുദഹി, ഒരാൾക്ക് ബലിയറുക്കാൻ സൗകര്യമുണ്ടായിട്ട് ബലിയറുക്കുന്നില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലന, നമ്മുടെ മുസല്ലയിലേക്ക് അവർ വരേണ്ടതില്ല. നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നല്ല പറഞ്ഞത്, നമ്മുടെ മുസല്ലയിലേക്ക് അവർ അടുക്കരുത്. ബലി കർമ്മത്തിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. ഏതാണ് മുസല്ല? ആർത്തവകാരികളെ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. നിസ്കാര സമയത്ത് അവർ മാറിയിരിക്കണം, ഖുതുബ അവർ കേൾക്കണം, അവരും കൂടി ഉൾപ്പെടണം എന്ന് പറഞ്ഞ ആ മുസല്ലയിലേക്ക് എന്ത് ചെയ്യരുത്? അതിന് സൗകര്യം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ബലിയർക്കാത്തവർ അടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എത്ര ആളുകൾ വേണ്ടത്ര ഒരു ഗൗരവം ആ വിഷയത്തിന് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എത്ര വേണം ഒരു ഷെയർ? അത് നിങ്ങളെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, 8500 9000 അങ്ങനെ എന്തോ. അത് നമുക്ക് കഴിയുമെങ്കിൽ കടം വാങ്ങി കൊടുക്കണ്ട, കടം വാങ്ങി നൽകണ്ട, കടം വാങ്ങാം.
കടം വാങ്ങി നൽകുക എങ്ങനെ? ശമ്പളം കിട്ടിയിട്ട് കൊടുക്കാം എന്നുണ്ടെങ്കിൽ കടം വാങ്ങി വെക്കാം. കടം വാങ്ങിയിട്ട് ഞാൻ ശമ്പളം കിട്ടിയിട്ട് നൽകാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കടം വാങ്ങി ആ നിലക്ക് കടം വാങ്ങാം. എന്നാൽ നിലവിൽ കടമൊന്നുമില്ല, അവൻ വിചാരിച്ച നടക്കും. എന്നിട്ടും ആ ബലി കർമ്മത്തിൽ എന്തല്ല, ചില ആളുകൾ തൽപരരല്ല എന്നുള്ളതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി അർപ്പിക്കാത്ത ഒരു വർഷവുമില്ല. വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈൻ ദബഹഹുമാ ബിയദിഹി വസമ്മ വകബ്ബറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടിനെ ബലിയറുത്തു എന്നാണ്. പ്രവാചകൻ അറുത്തു എന്നാണ്. ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകൾ അറുത്തു. ഒരു മാടിലാണെങ്കിൽ 7 ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം? ഒരു ഷെയർ കൂടാം. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ന്യൂനത പാടില്ല. അതൊക്കെ നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അർബഉൻ ലാ തജൂസു ഫിൽ അദാഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബലിമൃഗത്തിന് 4 കാര്യങ്ങൾ എന്തല്ല, അനുവദിക്കപ്പെട്ടതല്ല. അൽ ഔറ ബയ്യിനുൻ അവറുഹ, കണ്ണ് നഷ്ടപ്പെട്ടത്. വൽ മരീദത്തു ബയ്യിനുൻ മറദുഹ, വ്യക്തമായ രോഗമുള്ളത്. വൽ അർജാഉ ബയ്യിനുൻ ദൽഉഹ, അതേപോലെ വൽ കസീറുല്ലത്തി ലാ തുൻഖി, മുടന്തുള്ളത്, മജ്ജ വറ്റിയത്, ഇതെന്ത് ചെയ്യരുത്? അതിൽ ഉണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയർക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശങ്ങൾപ്പെട്ട ഒരു നിർദ്ദേശമായി പറഞ്ഞത്, മൻ റഅ ഹിലാല ദിൽ ഹിജ്ജ ഫഅറാദ അൻ യുദഹിയ ഫലാ യഖുദ് മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഹത്താ യുദഹി. ഒരാൾ ബലി അർക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 60 വരെ, നിസ്കാരം വരെ എന്നല്ല, 60 വരെ, അറുക്കുന്നത് വരെ അവൻ്റെ നഖമോ മുടിയോ വെട്ടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദുൽഹിജ്ജ കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു ദുൽഹിജ്ജ 4നോ 5നോ ആണ് അതിന് സൗകര്യം ലഭിച്ചത്. അപ്പം എന്താ ചെയ്യുക? അന്ന് മുതൽ എന്ത് ചെയ്യുക? ഈ നിർദ്ദേശം പാലിക്കുക. ഇനി ഒരാൾ മറന്നുകൊണ്ട് എന്ത് ചെയ്തു? നഖം വെട്ടി. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളെ ശീലം കൊണ്ട് നഖം വെട്ടി. അതിനെന്തില്ല, പ്രത്യേകിച്ച് കഫാറത്തുമില്ല, പശ്ചാത്താപം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ അല്ലാഹു തആലക്ക് നിങ്ങൾ അറുക്കുന്നതിൻ്റെ ഇറച്ചി വേണ്ട, അല്ലാഹു തആലക്ക് രക്തം വേണ്ട. മാംസം കഴിക്കുന്നവനല്ല അല്ലാഹ്, രക്തം കുടിക്കുന്നവനുമല്ല. നേരെ മറിച്ച് നിങ്ങളുള്ള തഖ്വയാണ്, നിങ്ങളുള്ള സൂക്ഷ്മതയാണ്. അല്ലാഹു തആല എന്താണോ പറഞ്ഞത് അത് ഞാൻ ചെയ്യുമെന്നുള്ള പ്രകടനമാണ്. പരസ്യമാക്കുക, നമ്മുടെ തഖ്വ പരസ്യമാക്കുക. ഞാൻ അല്ലാഹുവെ സൂക്ഷിക്കുന്നു, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്ന് പറയലാണ്. ആ ബലികർമ്മത്തിൽ എന്ത് ചെയ്യണം? എല്ലാ ആളുകളും, സൗകര്യപ്പെടുന്ന എല്ലാ ആളുകളും അതിനെപ്പറ്റി ചിന്തിക്കണം, അത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബലിയർപ്പിക്കുക എന്നുള്ള വിഷയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവുമാണ്. അത് ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായും ചെയ്യണം എന്നുള്ള സൂചനയാണ് നൽകിയത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചില ആളുകൾ അവർ മുസ്ലിങ്ങളാണ്, എന്നാൽ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അപകർഷതാബോധം കൊണ്ട് നടക്കുന്നവർ, ആ അപകർഷതാബോധത്തിൽ നിന്ന് അവർ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യും. അതിനെപ്പറ്റി കൃത്യമായി ആരാധനാ കർമ്മങ്ങളെപ്പറ്റി ഇസ്ലാമിനെപ്പറ്റി കൃത്യമായി പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടുള്ള അപകർഷതാബോധമാണ്. അതിൽപ്പെട്ടതാണ് അറിവ് എന്നുള്ളത്. എന്തല്ല, ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽ പെട്ടതല്ല എന്ന് വാദിച്ചുകൊണ്ട് ചില ആളുകൾ നടക്കാറുള്ളത്. അവർ സാധാരണ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്, നിങ്ങളൊരു 4000 രൂപ അടക്കൂ, ആജീവനാന്തം ബലി നൽകിയിട്ടുള്ള പ്രതിഫലം നേടും എന്നു പറഞ്ഞ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ഈ തുക അവർ പിരിച്ചുകൊണ്ടിരിക്കുക. അതൊരു അപകർഷതാബോധമാണ്. അതിന് ന്യായീകരണം പറഞ്ഞത്, എന്തിനാണ് ഹിംസാത്മകമായിട്ടുള്ള ഈ പ്രവർത്തനം? ഒരു ജീവിയെ കൊന്നുകൊണ്ട് അള്ളാഹുവിന് എന്താണ് കിട്ടുന്നത്? ഇങ്ങനെയാണ് ന്യായീകരിക്കുന്നത്. അതേ ആളുകൾ അവർ വെജിറ്റേറിയൻ ആണോ? അല്ല, അവർ ഇറച്ചി കഴിക്കുന്ന ആളുകളാണ്. മുസ്ലിങ്ങൾ പെരുന്നാളിന് ബലിയറുക്കുമ്പോൾ മാത്രം ചില വർഗീയവാദികൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കാണാം. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഉരുവിനെ അറുക്കപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഏറ്റവും കൂടുതൽ ഇറച്ചി കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നാൽ മുസ്ലിങ്ങൾ പെരുന്നാളിന് ബലിയറുത്ത് ആ ഇറച്ചി ദാനം ചെയ്യാൻ, അല്ലാതെ കുഴിച്ചിടല്ല. കുഴിച്ചിടാണെങ്കിൽ ന്യായമുണ്ട്. ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തറിന് അരിയാണ് ദാനമായി കിട്ടുന്നതെങ്കിൽ ജനങ്ങൾക്ക് ഈദുൽ അദ്ഹക്ക് ഇറച്ചിയാണ് ദാനമായി കൊടുക്കുകയാണ്. അപ്പൊ അത് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ദുർവ്യാഖ്യാനം ചെയ്യാം. അത് അറവല്ല ഉദ്ദേശിക്കുന്നത്, സമർപ്പണമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിലുള്ള ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമാണ്. ഏറ്റവും ചെറിയ സൂറത്തിൽ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞ സംഗതിയാണ് നീ ബലിയർക്കുക എന്നുള്ളത്. എന്നാൽ അതേ സമയത്ത് മറ്റേ പ്രവർത്തനങ്ങൾ വേണ്ടേ? ആളുകൾക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക, ആളുകൾക്ക് വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് മുച്ചക്ര വാഹനം കൊടുക്കുക, അതേപോലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുക, അതൊക്കെ വേണം. ഇത് ബലി നൽകിയിട്ടല്ല ചെയ്യേണ്ടത്, ബലി ഒഴിവാക്കിയിട്ടല്ല അത് ചെയ്യേണ്ടത്. ബലി ആരാധന എന്നുള്ള നിലക്ക് അത് ചെയ്തുകൊണ്ട് അത് ദാനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം വാങ്ങുക. അതേപോലെ തന്നെ ഈ ആവശ്യങ്ങളും എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും അറിയാം. അതിൽ നമ്മൾ വളരെ മുന്നിലാണ് എന്നും അറിയാം. പക്ഷെ അതല്ല, ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് വരുത്തുകയും ഞങ്ങൾ അതിലൊക്കെ മോഡേണാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും അതിനെ അലങ്കോലമാക്കാൻ വേണ്ടിയുമാണ് ചില ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, കൃത്യമായി അതിനെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്.
അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതിലുള്ള കുറവുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم احفظ بلاد الخليج وأهلها. اللهم احفظ بلاد الخليج وسائر بلاد المسلمين من كل سوء وفتنة ما ظهر منها وما بطن يا رب العالمين. اللهم إنا نسألك الأمن والأمان والسلامة والسلام لأهل الخليج خاصة ولسائر المسلمين عامة. اللهم اجعل بلادهم آمنة مطمئنة سخاء رخاء وسائر بلاد المسلمين. اللهم ادفع الحروب والفتن. اللهم اصرف عنهم الحروب والفتن وادفع عنهم الشر والبلاء واكفهم شر الأعداء والمعتدين. اللهم ألف بين قلوب المسلمين واجمع كلمتهم على الحق ووحد صفوفهم واجعلهم يدا واحدة على من عاداهم. اللهم انصر المظلومين. اللهم انصر المستضعفين من المؤمنين في كل مكان وكن لهم ناصرا ومعينا. اللهم احفظ دماءهم وأموالهم وأعراضهم وارزقهم الطمأنينة والسكينة. اللهم اهد القادة وولاة الأمور. اللهم اهد ولاة أمور المسلمين ووفقهم لما تحب وترضى واجعلهم سببا في حفظ الأمن والسلام. اللهم اجعلهم رحمة في رعاياهم واصرف عنهم الفتن والبلاء. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.